അതായത് ബി.ജെ.പി. നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത കാര്യം അവർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? ആദ്യഘട്ടം മുതൽ തന്നെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ബി.ജെ.പി. റഹീസ് റഷീദ് കൂടി ചേരുകയാണ്. റഹീസ്, മേയർ വി രാജേഷിന്റെ വാക്കുകൾ നമ്മൾ ഓർക്കുമ്പോൾ ഒരാളും ഇന്ന് അയോഗ്യനാവില്ല എന്നുള്ളത് ആത്മവിശ്വാസത്തോടു കൂടിയാണ് മേയർ മുൻപ് പ്രതികരിച്ച് നമ്മൾ കണ്ടത്. അപ്പോൾ നേരത്തെ തന്നെ കൃത്യമായ പ്ലാൻ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. റോഷ്നി, ബി.ജെ.പിയുടെ പ്ലാൻ കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വി രാജേഷിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നൊരു അംഗത്തിനും അയോഗ്യത ഉണ്ടാകില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ബി.ജെ.പിയുടെ ഈ നീക്കം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം പൗണ്ട് കടവിൽ നിന്ന് വിജയിച്ചു വന്ന കോൺഗ്രസിന്റെ റിബലായ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായ സുധീഷ് കുമാർ ഒരു ഘട്ടത്തിലും ബി.ജെ.പി. ഭരണത്തിന് അനുകൂലമായ ഒരു നിലപാടെടുക്കുമെന്ന് UDF കരുതിയിരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അവിടെ ഇപ്പൊ പൗണ്ട് കടവിൽ വാർഡിൽ നിന്ന് സുധീഷ് കുമാർ വിജയിച്ചു വന്നത് കോൺഗ്രസിന്റെ കൂടി പിന്തുണയോടുകൂടിയാണ്. ആ വാർഡ് ഒരു ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വോട്ടുകൾ അധികമുള്ള ഒരു വാർഡാണ്. ആ വാർഡ് UDF-ൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന് ആ വാർഡ് കൊടുത്തതിനെതിരെ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിക്ക് എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടി മൗനാനുവാദത്തോടു കൂടിയാണ് സുധീഷ് കുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതും കോൺഗ്രസിന്റെ കൂടി വോട്ട് നേടി സുധീഷ് കുമാർ നഗരസഭാ കോർപ്പറേഷൻ കൗൺസിലിൽ വിജയിച്ചു വരികയും ചെയ്തത്. സ്വാഭാവികമായും കോൺഗ്രസിനും UDF-നും ഒപ്പം ഔദ്യോഗികമായി അല്ലെങ്കിൽ പോലും അതേ മനസ്സിൽ തന്നെയായിരുന്നു കഴിഞ്ഞ തവണകളെല്ലാം സുധീഷ് കുമാർ ഇടപെട്ടത്. അതുകൊണ്ട് സുധീഷ് കുമാർ മറുകണ്ഠം ചാടുമെന്ന് UDF ഒരു തരത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ LDF-നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആർ സുഗതന്റെ അവധി അപേക്ഷ വരുന്ന സമയത്ത് അത് വോട്ടിലിടണം എന്ന ആവശ്യം ഉന്നയിക്കാൻ UDF-ഉം LDF-ഉം തീരുമാനിച്ചത്. അവർ കരുതിയത് സുഗതനില്ലാതെ പാട്ടൂർ വാർഡിലെ കൗൺസിലറായ രാധാകൃഷ്ണൻ അടക്കം 50 പേരായിരിക്കും ബി.ജെ.പിക്ക് ഉണ്ടാവുക. നേരെ ഇപ്പുറത്ത് സുധീഷ് കുമാർ കൂടി UDF-നും പ്രതിപക്ഷത്തിനൊപ്പം നിന്നാൽ പോലും 50-50 വരും എന്നതായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ നിർണായകമായ നീക്കം നടത്തിയ വി രാജേഷ് രണ്ടാമത്തെ അജണ്ടയായി ആ സുഗതന്റെ അവധി അപേക്ഷ മുന്നോട്ട് വെക്കുകയായിരുന്നു. സ്വാഭാവികമായും UDF-ന് വേണ്ടി UDF-ന്റെ പാർലമെന്ററി പാർട്ടി നേതാവായ KS ശബരിനാഥനും LDF-ന്റെ പാർലമെന്ററി പാർട്ടി നേതാവായ SP ദീപക്കും വോട്ടിനിടണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. അതോടുകൂടി വോട്ടിനിടുകയാണ് മേയർ ചെയ്തത്. വോട്ടിനിടുന്ന സമയത്ത് മേയർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അനുകൂലിക്കുന്നവർ കൈവക്കൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് കൗൺസിൽ ഹാളിൽ ഏറ്റവും അവസാന നിലയിലാണ് ഒരു സ്വതന്ത്ര കൗൺസിലർ എന്ന നിലയിൽ സുധീഷിന്റെ ഇരിപ്പിടമുള്ളത്. മേയർ ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടിരിക്കുകയാണ്.